നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 9 വയസ്സുകാരനെ പീഡിപ്പിച്ച എയ്ഡ്സ് രോഗിക്ക് 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവും. പുനലൂർ ഇടമൺ സ്വദേശിയായ 39-കാരനെയാണ് ശിക്ഷിച്ചത്. പുനലൂർ അതിവേഗ സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. അടച്ചുറപ്പുള്ള വീട് എന്ന തൊഴിലാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തെന്മല റിയ എസ്റ്റേറ്റ് CMD. എസ്റ്റേറ്റിലെ 26 തൊഴിലാളികൾക്കാണ് വീട് യാഥാർത്ഥ്യമാക്കിയത്. വീടുകളുടെ താക്കോൽ ഫെബ്രുവരി 7-ന് കൈമാറും. ശൂരനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങളുടെ ഉപവാസ സമരം. ഭരണസ്തംഭനം, വികസന മുരടിപ്പ് എന്നിവ ആരോപിച്ചായിരുന്നു ഉപവാസം. ഗ്രാമപഞ്ചായത്തിൽ പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നും കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക്. 9 വയസ്സുകാരനെ പീഡിപ്പിച്ച എയ്ഡ്സ് രോഗിക്ക് 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവും ശിക്ഷ. 1.05 ലക്ഷം രൂപയും പിഴയൊടുക്കണം. 10 വർഷമായി എയ്ഡ്സ് രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന പുനലൂർ ഇടമൺ സ്വദേശിയായ 39-കാരനെയാണ് ശിക്ഷിച്ചത്. പുനലൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി TD ബൈജുവിന്റേതായിരുന്നു വിധി. കുട്ടിക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി ശുപാർശ ചെയ്തു. എയ്ഡ്സ് രോഗം പടർത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് 9 വയസ്സുകാരനെ പ്രതി പീഡിപ്പിച്ചതെന്ന് കണ്ടെത്തി. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. തെന്മല പോലീസ് ഇൻസ്പെക്ടറായിരുന്ന MG വിനോദാണ് കേസന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത്ത് ഹാജരായി. ഇന്ന് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ വളരെ ശ്രദ്ധേയമായ ഒരു വിധിയുണ്ടായി. അത് ഇന്ത്യയിൽ തന്നെ വളരെ അത്യപൂർവമായ ഒരു കേസാണിത്. 10 വർഷമായി എയ്ഡ്സ് രോഗത്തിന് ചികിത്സയിൽ കഴിഞ്ഞു വരുന്ന ഒരു ഇടമൺ സ്വദേശിയായ 49 വയസ്സുള്ള ഈ കേസിലെ പ്രതി ഒരു 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും മറ്റ് ലൈംഗിക വൈകൃതങ്ങൾക്കും വിധേയമാക്കിയ കേസിലാണ് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി TD ബൈജു, ഡിസ്ട്രിക്ട് ജഡ്ജ് TD ബൈജു 3 ജീവപര്യന്തവും കൂടാതെ 22 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയും ശിക്ഷയായി വിധിച്ചു. ഈ 1,50,000 രൂപ പിഴ ഒടുക്കാത്ത വർഷം വീണ്ടും ഈ പ്രതി 9 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. കൂടാതെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഈ ഇരയായ കുട്ടിക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഈ വിധിയിൽ പ്രത്യേകം പരാമർശമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി ലിങ്കേജ് വായ്പകൾ വിതരണം ചെയ്തു. 2,27 ലക്ഷം രൂപയാണ് കുന്നത്തൂർ താലൂക്കിൽ വിതരണം ചെയ്തത്. യൂണിയൻ പ്രസിഡന്റ് VRK ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുന്നത്തൂർ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ലിങ്കേജ് വായ്പയായി 2,27 ലക്ഷം രൂപ വിതരണം ചെയ്തത്. താലൂക്ക് യൂണിയൻ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VRK ബാബു വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി VR സുനിൽ, M പ്രസന്നകുമാർ, C കൃഷ്ണൻകുട്ടി, K രാജൻപിള്ള, B അനിൽകുമാർ, ഉണ്ണികൃഷ്ണപിള്ള, P വിജയലക്ഷ്മി, ഷിബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. വായ്പ അവസാനിക്കുകയും അടുത്ത വായ്പ എടുക്കാൻ പറ്റുകയും ചെയ്യും. അത് നിങ്ങൾക്ക് മുതലിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിരിക്കുന്നത്, ഇത് അതാണ് പൈസ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കരുത്. മീൻസ് ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കരുത്. അത് നിങ്ങൾ തന്നെ ആവശ്യക്കാര് അത് നിങ്ങളുടെ സ്വയം സംരംഭത്തിന് അത് ഉപയോഗിക്കുകയും അതിൽ നിന്ന് ചെറിയ വരുമാനം ഉണ്ടാക്കി ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അടച്ചുറപ്പുള്ള വീട് എന്ന തൊഴിലാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തെന്മല റിയ എസ്റ്റേറ്റ് CMD. എസ്റ്റേറ്റിലെ 26 തൊഴിലാളികൾക്ക് കൊടുത്ത വാക്കാണ് റിയ ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ GMJ തമ്പി പാലിച്ചത്. വീടുകളുടെ താക്കോൽ കൈമാറ്റം ഫെബ്രുവരി 7-ന് നടക്കുമെന്ന് എസ്റ്റേറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊല്ലം ജില്ലയിലെ തെന്മല എന്ന പ്രകൃതിരമണീയമായ സ്ഥലത്ത് റിയ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള റിയ എസ്റ്റേറ്റിലെ 26 സ്ഥിരം തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന തോട്ടം ഉടമയുടെ വാക്കാണ് പാലിക്കപ്പെടുന്നത്. ഹാരിസൺ ഗ്രൂപ്പിൽ നിന്ന് റിയ ഗ്രൂപ്പ് തോട്ടം വാങ്ങിയ ശേഷം തോട്ടത്തിലെത്തിയ തൊഴിലാളി ലയങ്ങൾ കണ്ടപ്പോഴാണ് ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകണമെന്ന ആഗ്രഹം റിയ ഗ്രൂപ്പ് CMD GMJ തമ്പിക്കുണ്ടാകുന്നത്. തെന്മല 40 മൈൽ എന്ന സ്ഥലത്ത് വസ്തു വാങ്ങി 26 വീടുകൾ അവരുടെ സ്വന്തം പേരിൽ ആജീവനാന്തം അവർക്കും തലമുറയ്ക്കും താമസിക്കുവാൻ നിർമ്മിച്ചു നൽകുന്നതിന്റെ താക്കോൽദാനമാണ് ഫെബ്രുവരി 7-ന് പകൽ 2 മണിക്ക് നടക്കുക.
നിയമസഭാ സ്പീക്കർ AM ഷംസീർ താക്കോൽദാനം നിർവഹിക്കും. 40-ാം മൈലിലുള്ള ഈ പാർപ്പിട സമുച്ചയം നിലകൊള്ളുന്ന സ്ഥലത്തിന് റിയ ഗാർഡൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. MLA-മാരായ PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ, മുൻ MLA പ്രകാശ് ബാബു, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ റിയ എസ്റ്റേറ്റ് PRO ജോയ് ജോസഫ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് K നസീർ എന്നിവർ പങ്കെടുത്തു. ആ മരങ്ങൾ കുറിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ച് നൽകാം എന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2019 ഞങ്ങൾ മരങ്ങൾ റീപ്ലാന്റ് ചെയ്ത സമയത്ത് തൊഴിലാളികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എവിടെയാണ് സ്ഥലം കാണിച്ചിരുന്നത് വെച്ചാൽ അവിടെ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ അന്നേരം അവർ ആവശ്യപ്പെട്ടത് എസ്റ്റേറ്റിന്റെ അകത്ത് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നാൽ നാളെ 58 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർഡ് ആകുമ്പോൾ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് കൂട്ടി താല്പര്യം തന്നാൽ മാത്രമേ ആനുകൂല്യങ്ങൾ തരികയുള്ളൂ. അതുകൊണ്ട് മുതലാളിക്ക് മനസ്സുണ്ടായി ഞങ്ങൾക്ക് വെളിയിൽ എസ്റ്റേറ്റിന്റെ സമീപത്തോടെങ്കിലും 5 സെന്റ് സ്ഥലങ്ങളായി ഞങ്ങളുടെ പേര് ആക്കി വീട് വെച്ച് തരണമെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ ഇടപ്പള്ളിക്കോട്ട ധ്വനി സൗഹൃദ കൂട്ടായ്മ വാർഷികാഘോഷം നടത്തി. ഏഞ്ചൽസ് വാലി കെയർ ഹോമിലെ അന്തേവാസികൾക്ക് വാർഷികത്തിന്റെ ഭാഗമായി സഹായങ്ങൾ വിതരണം ചെയ്തു. ഇടപ്പള്ളിക്കോട്ട ധ്വനി സൗഹൃദ കൂട്ടായ്മയുടെ വാർഷികം നടത്തി. ഇതോടനുബന്ധിച്ച് സഹായങ്ങളും വിതരണം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്തിലെ ഏഞ്ചൽസ് വാലി കെയർ ഹോമിൽ സ്നേഹവിരുന്നും ആഘോഷ പരിപാടികളും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ സഹായ വിതരണങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കരുണയുടെ പ്രകാശം കുറവ് പറ്റാതെ സമൂഹത്തിലേക്ക് വ്യാപരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, ജാതിമത വൈജാത്യങ്ങളില്ല. ഈ പറയുന്ന ചെറുപ്പക്കാർ പന്മനയിലെ വിവിധ കോണുകളിലുള്ളവർ അവർ ഒത്തുചേരുന്നത് ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒത്തുചേർന്ന് 4 വർഷക്കാലമായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല കോണുകളിൽ ഞങ്ങളുടെ സഹായം എത്തിക്കാൻ കഴിയുന്നു. ഇതൊന്നും ഞങ്ങളുടെ ഔദാര്യമല്ല, സമൂഹത്തിലെ അവകാശപ്പെട്ടവൻ്റെ കയ്യിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. കൂട്ടായ്മ പ്രസിഡന്റ് D മോഹനൻ നിഖിലം അധ്യക്ഷത വഹിച്ചു. ഏഞ്ചൽസ് വാലി കെയർ ഹോമിലെ ഡയറക്ടർ ഡോക്ടർ ഹാഫിസ് ഷഫീഖ് ജൗഹരി, ധ്വനി സൗഹൃദ കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് ആദരിച്ചു. VV പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗം ലതിക രാജൻ, സനൽകുമാർ, ഷമീർ, ശരത് ചോലക്കണ്ടി, ജെയിംസ് കുട്ടി, ശ്യാം, സാലു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ വാർഷികവും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ ട്രഷറർ സ്വാമി വിശാലാനന്ദ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ സേവാ സമിതി പ്രസിഡന്റ് T സുഗതരാജന്റെ അധ്യക്ഷതയിലാണ് വാർഷികവും സുവർണ ജൂബിലി ആഘോഷങ്ങളും നടന്നത്. ഗീതാ വിജയൻ ഗുരുസ്മരണ നടത്തി. വർക്കല ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ ജനറൽ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. TP രവീന്ദ്രൻ വേലൻചിറ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് സ്വരൂപണ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും ഗുരുധർമ്മ പ്രചാരണ സഭ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് G പത്മകുമാർ നിർവഹിച്ചു. PK പ്രകാശ്, സുശീലൻ, അനസ്, ശോഭ, സരള, രാജസേനൻ എന്നിവർ സംസാരിച്ചു. ജാതിക്കെതിരെ അതിശക്തമായിട്ട് മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന കൃതി ഏതാണ്? ആ കൃതി ചണ്ടാലുഭിഷികി അല്ലേ? നമ്മുടെ ഓർമ്മയിൽ വേണം. അതുപോലെ ഒരുപാട് കൃതികൾ, പ്രരോദനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, കരുണ, ഇങ്ങനെ അനവധി കൃതികൾ മഹാകവി എഴുതിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ഗുരുദേവൻ ഈ സമൂഹത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ, ഗുരു ഒരു അവതാരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഗുരുവിൻ്റെ ഒപ്പം കൂടിയ മഹാപ്രതിഭകളെ കുറിച്ചും ഓർക്കേണ്ടതുണ്ട്. അവരെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇവിടെ വലിയ നവോത്ഥാനങ്ങൾ ഉണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങൾ ഉപവാസ സമരം നടത്തി. ഭരണസ്തംഭനം, വികസന മുരടിപ്പ് എന്നിവ ആരോപിച്ചായിരുന്നു ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസം. ഗ്രാമപഞ്ചായത്ത് പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉപവാസം നടത്തിയത്. ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം ആരോപിച്ചും വികസന മുരടിപ്പ്, പിൻവാതിൽ നിയമനം എന്നിവ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ ഉപവസിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. 4 കോടി രൂപ ഉണ്ടായിട്ട് 40% പോലും ഇതുവരെ വിനിയോഗിച്ച് കണ്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. ബാക്കി 60% ഇവർക്കൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല, മറിച്ച് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി
ഗ്രാമപഞ്ചായത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കേണ്ട ഫണ്ടാണ്. ആ ഫണ്ട് വരേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾക്കാണ്. അപ്പോ 4.5 കോടി രൂപ ഈ ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ട് അതിന്റെ 40% പോലും വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭരിക്കാനിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ചോദിക്കാനുള്ളത്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു രാജൻ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ, സജികുമാർ, തുണ്ടൽ നൌഷാദ്, വേണുഗോപാലക്കുറുപ്പ്, എ മുഹമ്മദ് കുഞ്ഞ്, കൊമ്പിളിൽ സന്തോഷ്, ദിനേശ് ബാബു, റിയാസ് ചിതറ, റിയാസ് പറമ്പിൽ, ഹാഷിം സുലൈമാൻ, ഗിരീഷ് കുമാർ, KC ഓമനക്കുട്ടൻ, അനീഷ സജീവ, സമീർ യൂസഫ്, M വിജയരാഘവൻ, ബാബു മംഗലത്ത്, M ഹരിദാസൻ, അഖിൽനാഥ് ഐക്കര, M കലേഷ്, M പൂക്കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ബിജു രാജൻ, N ഉണ്ണി, സജികുമാർ, ഷീജ എന്നിവരാണ് ഉപവാസ സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. ഹൃദയവാൽവ് ശസ്ത്രക്രിയയ്ക്കായി 3ാം ക്ലാസ് വിദ്യാർത്ഥിനി സഹായം തേടുന്നു. പന്മന ആണുവേലിൽ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിനി ദിവ്യലക്ഷ്മിയാണ് സഹായം തേടുന്നത്. ദിവ്യലക്ഷ്മിയുടെ ചികിത്സയ്ക്കായി സഹായനിധി രൂപീകരിച്ചു. ഹൃദയവാൽവ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന 3ാം ക്ലാസ്സുകാരിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. പന്മന ആണുവേലിൽ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിനി പന്മന ചോല കൊച്ചുതട്ടാഴത്ത് വീട്ടിൽ ജയലക്ഷ്മിയുടെ മകൾ ദിവ്യലക്ഷ്മിയാണ് സഹായം തേടുന്നത്. പഠനത്തിൽ മിടുക്കിയായ പെൺകുട്ടിയെ സഹായിക്കുന്നതിനായി ജീവകാരുണ്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി, റാഫി നെറ്റിയാട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ചേർന്ന് സഹായ സമിതിക്ക് രൂപം നൽകി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്നൻ ഉണ്ണിത്താൻ, SMC ചെയർമാൻ ഉണ്ണികൃഷ്ണക്കുറുപ്പ് എന്നിവർ രക്ഷാധികാരികളായും പന്മന പഞ്ചായത്ത് അംഗം അനിൽകുമാർ ചെയർമാനും K യൂസഫ് സലീം ചേമത്ത് ജനറൽ കൺവീനറായും ബൈജു ഖജാൻജിയായുമാണ് സഹായ സമിതി രൂപീകരിച്ചത്. നമ്മുടെ പന്മന പഞ്ചായത്തിൽ ചോല വാർഡിൽ താമസിക്കുന്ന 8.5 വയസ്സുള്ള ദിവ്യലക്ഷ്മി കുട്ടിക്ക് ഹൃദയ സംബന്ധമായ അസുഖമാണ്. ഒരു സർജറിക്കായി കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. പ്രിയമുള്ള നമ്മുടെ കുഞ്ഞനുജത്തിയെ, കൊച്ചുമിടുക്കിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ വലിയ ചികിത്സാ സഹായം ആവശ്യമാണ്. ആ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുകയാണ്. ചോല വാർഡ് മെമ്പർ അനിൽകുമാർ ചെയർമാനായും അതുപോലെ പൊതുപ്രവർത്തകനായ യൂസഫ് സലീം കൺവീനറുമായിട്ടുള്ള ഒരു ചികിത്സാ സഹായ നിധിയാണ് ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആണുവേലിൽ UP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കി ജീവിതത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷയുള്ള കുട്ടിയാണ്. ഒരു നാടിൻ്റെ നൊമ്പരമായ കുട്ടി മാറുകയാണ്. ആ കുട്ടിക്ക് ചികിത്സാ സഹായം നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയമുള്ള കൊച്ചുമിടുക്കിയെ, വിദ്യാലക്ഷ്മിയെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വലിയ ഉദ്യമത്തിനാണ് നമ്മളെല്ലാവരും കൈകോർത്തിരിക്കുന്നത്. രോഗിയായ അമ്മയുടെ സംരക്ഷണയിൽ കഴിയുന്ന ദിവ്യലക്ഷ്മിയുടെ ചികിത്സയ്ക്കായി ചവറ കാനറ ബാങ്ക് ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖം കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഹൃദയവാൽവ് ശസ്ത്രക്രിയ നടത്തി മാറ്റിവെക്കണം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ആയതിലേക്ക് വലിയ ഒരു തുക സാമ്പത്തിക ബാധ്യതയായിട്ട് കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ബഹുമാന്യരായ മനസ്സുകൾ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവിനുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി സമിതിയെ സഹായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ആ കുട്ടിയുടെ പഠനത്തിൽ മികവ് പുലർത്തുന്ന ഒരു കുട്ടി എന്ന നിലയിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ വിദ്യാർത്ഥിനി എന്ന നിലയിലും ആ കുട്ടിയെ ഏറ്റെടുക്കേണ്ട ബാധ്യത സമൂഹത്തിൻ്റെതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി നിങ്ങളേവരും ഈ സംരംഭത്തിൽ സഹായകരമായി വർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ പന്മന SVPM ഹൈസ്കൂളിൽ ടീൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസും നടത്തി. ചവറ പന്മന SVPM ഹൈസ്കൂളിൽ ടീൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസും നടത്തി. സ്കൂൾ മാനേജർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് S അൻസർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രഥമാധ്യാപകൻ MA അബ്ദുൾ ഷുക്കൂർ സ്വാഗതം പറഞ്ഞു. ടീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായാണ് മോട്ടിവേഷൻ ക്ലാസ് നടത്തിയത്. അസാപ്പ് കേരള മാസ്റ്റർ ട്രെയിനർ സിനി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പുറത്തിരിക്കുന്നവനെ കുറ്റം പറയാനോ കളിയാക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ പോകരുത്. കാര്യം എനിക്ക് പറ്റിയതും അവന് പറ്റിയതും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പഠിക്കാം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്തതും അവൻ ഇന്ന് ചെയ്തതും മൂന്നാമത്തവൻ ഇന്ന് ചെയ്തതും ഞാൻ ചെയ്യില്ലല്ലോ. എന്റെ ലിസ്റ്റിൽ നിന്ന് ഈ 3 തെറ്റുകളുടെ സാധ്യത മാറി. ഇല്ലേ? 3 പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ കിട്ടി. നാളെ 4ാമതൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ഞാൻ പഠിക്കും. ഈ 3 തെറ്റുകൾ ഞാൻ നാളെ ആവർത്തിക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ? കാര്യം നമ്മൾ പാഠം പഠിച്ചതാണ്. PTA അംഗങ്ങൾ, സ്റ്റാഫ് സെക്രട്ടറി ഗിരീഷ്, ടീൻസ് ക്ലബ്ബ് കോർഡിനേറ്റർ ശില്പ കുശലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ലൂർദ്പുരം ലൂർദ് മാതാവിന്റെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. 11-ന് തിരുനാൾ സമാപിക്കും. ഇതിന്റെ ഭാഗമായി നൊവേന, പ്രസിദ്ധേന്തിമാരെ വാഴിക്കൽ എന്നിവ നടത്തി. ഇടവക വികാരി ഫാദർ അരുൺ ജെ ആറാടൻ തിരുനാളിന് കൊടിയേറ്റി.
ലൂർദുപുരം ലൂർദു മാതാവിന്റെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. 11-ന് തിരുനാൾ സമാപിക്കും. തിരുനാളിന് ഇടവക വികാരി ഫാദർ അരുൺ ജെ ആറാടൻ കൊടിയേറ്റി. ഇതിന് മുന്നോടിയായി പ്രസിഡന്റിമാരെ വാചിച്ചു. ജപമാല, ലൂർദുമാത, ദൊവേന എന്നിവയ്ക്ക് ശേഷം ലൂർദുമാതാവിന്റെ തിരുസ്വരൂപവും തിരുനാൾ പതാകയും പ്രദക്ഷിണമായി പ്രഥമ പ്രസിഡന്റിയും ഇടവകാംഗങ്ങളെയും പള്ളിയിലേക്ക് ആനയിച്ചു. തുടർന്നാണ് പ്രസിഡന്റിമാരെ വാചിക്കൽ ചടങ്ങും കൊടിയേറ്റും നടന്നത്. കൊടിയേറ്റിനു ശേഷം തിരുനാൾ സമാരംഭ ദിവ്യബലി നടത്തി. കൊല്ലം രൂപത മുൻമെത്രാൻ ബിഷപ്പ് സ്റ്റാൻലി റോമൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തില്ലേരി കപ്പൂച്ചിൻ ആശ്രമത്തിലെ ഫാദർ ജയന്ത് കപ്പൂച്ചിൻ വചന സന്ദേശം നൽകി. സാധാരണ മനുഷ്യരായ നമുക്ക് തീർച്ചയായും വിശ്വാസ ജീവിതത്തിനെതിരായ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. പലപ്പോഴും നാം തെറ്റുകളിലേക്ക് വീണുപോയിട്ടുണ്ട്. അവയൊക്കെ കണ്ടെടുക്കുവാനും നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് പരിശ്രമറിയതിന്റെ നല്ല മക്കളായി ജീവിക്കുവാനുമാണ് നാം ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത്. തുടർന്ന് ജപമാല, ലൂർദുമാത നൊവേന, പ്രൊക്ലമേഷൻ, കരിസ്മാറ്റിക് കൂട്ടായ്മ, ആവേ മരിയ പ്രാർത്ഥനാ സംഗമം എന്നിവയും നടത്തി. ഈ മാസം 3 മുതൽ 7 വരെ കപ്പൂച്ചിൻ വൈദികർ നയിക്കുന്ന ജീവിത വിശുദ്ധീകരണ ധ്യാനം നടക്കും. വൈകിട്ട് 5 മുതൽ 9 വരെയാണ് ധ്യാനം. 9-ന് വൈകിട്ട് 6-ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും 11-ന് ഉച്ചയ്ക്ക് 1-ന് പുനഃപ്രതിഷ്ഠയും നടക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. ശൂർനാട് ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റിനോടനുബന്ധിച്ച് ആൽത്തറമേളം, ആകാശക്കാഴ്ച എന്നിവയും നടത്തി. ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. സന്ധ്യയോടെയാണ് കൊടിപൂജ ആരംഭിച്ചത്. തന്ത്രിമാരായ കീഴ്ത്താമരശ്ശേരി ജാതവേദര് കേശവരര് ഭട്ടതിരിപ്പാട്, രമേശ് ഭട്ടതിരിപ്പാട്, മേൽശാന്തി ഹൃഷികേഷ് നമ്പൂതിരി എന്നിവരാണ് കാർമ്മികത്വം വഹിച്ചത്. കൊടിയേറ്റിന് മുന്നോടിയായി മേളപ്രമാണി RLV ശ്യാം ശശിധരനും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളവും നടത്തി. ഇതോടനുബന്ധിച്ച് ആകാശക്കാഴ്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, ആനേടി. കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് വേതാളൻകാവ് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. 9-ന് ഉത്സവം സമാപിക്കും. കുറുങ്ങപ്പള്ളി, പ്ലാവിലമഠം ജയകൃഷ്ണൻ പോറ്റി, കൈമൂട്ടിൽ കിഴക്കതിൽ R വിനീത് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് വേതാളൻകാവ് മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്. ഫെബ്രുവരി 9-ന് ഉത്സവം സമാപിക്കും. രാവിലെ ഗണപതി ഹോമത്തിന് ശേഷമാണ് കൊടിയേറ്റ് നടന്നത്. തുടർന്ന് ക്ഷേത്രാചാര ചടങ്ങുകൾ, അന്നദാനം എന്നിവയും നടത്തി. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം, ഭാഗവത പാരായണം എന്നിവ നടക്കും. മറ്റു ദിവസങ്ങളിൽ വൈകുന്നേരം തിരുവാതിരയും അരങ്ങേറും. T. അപ്പുക്കുട്ടൻ, T. സുരേന്ദ്രൻ, അനീഷ് K. കുമാർ, V. സുധാകരൻ, T. രാഘവൻ, K. രാമചന്ദ്രൻ തുടങ്ങിയവർ ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. 9 വയസ്സുകാരനെ പീഡിപ്പിച്ച എയ്ഡ്സ് രോഗിക്ക് 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവും. പുനലൂർ ഇടമൺ സ്വദേശിയായ 39-കാരനെയാണ് ശിക്ഷിച്ചത്. പുനലൂർ അതിവേഗ സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. അടച്ചുറപ്പുള്ള വീട് എന്ന തൊഴിലാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തെന്മല റിയ എസ്റ്റേറ്റ് CMD. എസ്റ്റേറ്റിലെ 26 തൊഴിലാളികൾക്കാണ് വീട് യാഥാർത്ഥ്യമാക്കിയത്. വീടുകളുടെ താക്കോൽ ഫെബ്രുവരി 7-ന് കൈമാറും. ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങളുടെ ഉപവാസ സമരം. ഭരണസ്തംഭനം, വികസന മുരടിപ്പ് എന്നിവ ആരോപിച്ചായിരുന്നു ഉപവാസം. ഗ്രാമപഞ്ചായത്തിൽ പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നും കോൺഗ്രസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും
ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.